എവ്രിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ, അതായത് ഒരു മുടികൊഴിച്ചിലിന്റെ വീഡിയോ ആയിരുന്നു. അപ്പം അതില് ഒരാൾ ചോദിച്ച ഒരു ഡൗട്ടാണ്, കൊറോണ വന്നതിന് ശേഷം ധാരാളമായിട്ട് മുടി പോകുന്നു, നമുക്ക് മുടികൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് നമുക്ക് ആ മുടികൊഴിച്ചിലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോവിഡ് വന്നതിന് ശേഷം 90% ഓഫ് ആൾക്കാരും കംപ്ലൈന്റ് ചെയ്യുന്ന ഒന്നാണ് ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ. ഇപ്പൊ നമ്മളിൽ പലരും തന്നെ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നവരായിരിക്കാം, പക്ഷെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു പക്ഷെ ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ നമുക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഈ കൊറോണ വന്നു പോയതിനു ശേഷം ഉള്ള ആൾക്കാർക്ക്, അതായത് ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, ഇപ്പൊ പലരും തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഡോക്ടർ നമ്മൾ എന്താ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ബെഡിലൊക്കെ ഫുൾ ഹെയർസ് ആണ്, അല്ലെങ്കിൽ മുടി ചീവുമ്പം ഭയങ്കരമായിട്ട്, അതായത് റൂട്ടോട് തന്നെ മുടി വരുന്ന ആ ഒരു അവസ്ഥയാണ് എന്നൊക്കെ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നോർമലി ഒരു 100-120 ഹെയർസ് ഒക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലാണ്. പക്ഷെ ആ ഒരു സ്ഥാനത്ത് ഒരു 300-400 ഹെയർസ് ഒക്കെയാണ് ഒരു ദിവസം പോകുന്നതെന്നാണ് ഈ ഇവിടെ വരുന്ന പേഷ്യൻസ് നമ്മളോട് പറയുന്നത്, അതായത് ഈ കൊറോണ വന്നു പോയവര്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ മുടി റൂട്ടോടുകൂടി തന്നെ ഊരി വരുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ടെലോജൻ എഫ്ലൂരിയം. കോവിഡ് രോഗം വന്ന് മാറിക്കഴിഞ്ഞ് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് മുടി കൊഴിച്ചിൽ മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പല പേഷ്യൻസും വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ കൊറോണ വന്നു, നെഗറ്റീവ് ആയതിനു ശേഷം ഇത്ര മാസമായി, പക്ഷെ എന്നിട്ടും മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ടാണ് ഉള്ളതെന്ന് പലരും തന്നെ വന്ന് നമ്മളോട് റിപ്പോർട്ട് ചെയ്യും. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ തൈറോയ്ഡ് ഡെഫിഷ്യൻസി അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ അതിന്റെ ആ ഒരു ലക്ഷണം അല്ലെങ്കിൽ ആ ഒരു സിംറ്റം കാണിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഹെയറിലും സ്കിന്നിലും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഇൻഫെക്ഷൻ, അതായത് കൊറോണ വന്ന് പോയവരിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് ഈ 1-2 മാസമൊക്കെ കഴിഞ്ഞായിട്ട് ഭയങ്കരമായിട്ടുള്ള മുടികൊഴിച്ചിലായിട്ട് വരുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യമുള്ളവരിലാണെങ്കിൽ അത് ചെറിയൊരു മുടികൊഴിച്ചിൽ വന്നത് തനിയെങ്ങ് മാറും. അല്ലാത്ത പക്ഷം അത് ആ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ ഫോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നതാണ് ഉറക്കം. അതായത് ഒരു ദിവസം ഒരു 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഭക്ഷണത്തിൽ മിനറൽസ് ആൻഡ് വിറ്റമിൻസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. അതായത് എന്താ പറയാ, വിറ്റമിൻ B6, 12, അതുപോലെ തന്നെ കൊളാജൻ, പിന്നെ ലീഫി വെജിറ്റബിൾസ് എല്ലാവർക്കും അറിയാലോ, മുരിങ്ങക്ക, പയറ്, പിന്നെ ചിക്കൻ, അതുപോലെ തന്നെ ഇപ്പൊ ഫ്രൂട്ട്സിലാണെങ്കിൽ തന്നെ നമ്മള് പഴം, അനാറ്, പിന്നെ അതൊക്കെ ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ മുട്ട, ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ, അതായത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള 3 വിറ്റമിൻസ് ആണ് വിറ്റമിൻ ബി, വിറ്റമിൻ ഡി ആൻഡ് വിറ്റമിൻ ഇ. അതിൽ വിറ്റമിൻ ബിയിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലീഫി വെജിറ്റബിൾസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുട്ട, മീൻ. പിന്നെ ഇത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബി കോംപ്ലക്സ് ടാബ്ലറ്റും എടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് വരുന്നതാണ് വിറ്റമിൻ ഡി. വിറ്റമിൻ ഡിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് പാല്, മുട്ട, ഇതൊക്കെ. പിന്നെ അല്ലാത്ത പക്ഷം വിറ്റമിൻ ഡി നമ്മൾ ഇടയ്ക്ക് വന്നത് ഭയങ്കരമായിട്ടുള്ള മുടികൊഴിച്ചിലൊക്കെ ഉള്ളവരെ വിറ്റമിൻ ഡി ഒന്ന് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഡെഫിഷ്യൻസി തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ രാവിലെ കൊള്ളുന്ന വെയിൽ പോലും നല്ലതാണ്, വിറ്റമിൻ ഡി ആണ്. പിന്നെ വരുന്നതാണ് വിറ്റമിൻ ഇ. വിറ്റമിൻ ഇയിൽ വരുന്നത് ബദാം, നട്ട്സ്, അങ്ങനെയൊക്കെ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിലും സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ്സ് എങ്കിലും എക്സസൈസും മെഡിറ്റേഷനും ചെയ്യാനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. കൂടുതലൊന്നും വേണ്ട, ഒരു 14 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് നടക്കുക, ജസ്റ്റ് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, അതും ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ.
നിങ്ങൾക്ക് ഹാബിറ്റ്സ് ഉള്ളവരാണെങ്കിൽ ഇപ്പം കൊറോണ വന്നതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 2-3 മാസത്തേക്കെങ്കിലും നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, അത് നമുക്ക് നല്ല രീതിയിലുള്ള ക്രോണിക് ഇൻഫ്ലമേഷൻ വരെ ഉണ്ടാക്കാം. അപ്പോൾ അത് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓൾറെഡി ഹെയർ ഫോളിന്റെ പ്രശ്നമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രയർ യൂസ് ചെയ്യുക, ധാരാളം കെമിക്കൽസ് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും നമ്മുടെ മുടി കൊഴിച്ചില് നല്ലതുപോലെ കൂടിയേ ഉള്ളൂ. പിന്നെ മൂന്നാമത് വരുന്നതാണ് സ്ട്രെസ്. അതായത് ഉറപ്പായിട്ടും നമുക്ക് കൊറോണ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളിരുന്ന് ആലോചിക്കും, അയ്യോ നമുക്ക് ഈ അസുഖം മാറുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ, മരിച്ചു പോവോ എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷൻ കൊണ്ടിട്ട് നമ്മളിട്ട് ചിന്തിച്ച് പിന്നെയും മുടി കൊഴിച്ചിലുണ്ടാവാം, നമ്മൾ ആ ഒരു ഡിപ്രസ്ഡ് ആവും. അപ്പം അങ്ങനെയുള്ള ആ ഒരു ചിന്തയൊക്കെ മാറി നമ്മുടെ മൈൻഡിനെ എപ്പോഴും നല്ല ഫ്രീ ആക്കി വെച്ച് നല്ല മ്യൂസിക് ഒക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നതാണ് നമ്മൾ കുളിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മൾ തലമുടി നനയ്ക്കുക എന്നുള്ളത്. അതായത് ഹോട്ട് വാട്ടർ ബാത്ത്. അല്ല, മേല് കഴുകാൻ പ്രശ്നമില്ല, പക്ഷെ ഒരിക്കലും ചൂടുവെള്ളം കൊണ്ട് നമ്മുടെ തലമുടി നനയ്ക്കാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ മുടിക്ക് നല്ല രീതിയിൽ കേടാണ്. മുടി പൊട്ടിപ്പോകാനും മുടി ഊരി വരാനുമുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ലൈഫിൽ മാറ്റേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മാറ്റുക. നേരത്തെ പറഞ്ഞതുപോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഭക്ഷണത്തിലാണെങ്കിലും, അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആണെങ്കിലും, അല്ലെങ്കിൽ എക്സസൈസ് ആണെങ്കിലും, ഇതൊക്കെ നമ്മുടെ ലൈഫിലായിട്ട് കൊണ്ടുവരിക. ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. ആ രീതിയിലൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുക്കാലും ഹെയർ ഫോൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ചിൽഡ്രൻ ബൈ.